ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഗീതാനന്ദൻ. സ്മാർട്ട് ട്രാവൽ മീഡിയ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. നമ്മളിന്നുള്ളത് കാലിഫോർണിയയിലെ സാൻ ഫ്രാൻസിസ്കോയിലാണ്. അപ്പോൾ ഇന്നും നാളെയും നമ്മളിവിടെ ഉണ്ട്. ഇവിടുന്ന് നാളെയാണ് തിരിക്കുന്നത്. അപ്പോൾ ഇന്ന് പോകുന്നത് നമ്മളിവിടെ ഒരു ഗോൾഡൻ ബ്രിഡ്ജ് ഉണ്ട്, ഗോൾഡൻ ബ്രിഡ്ജ്. അതിൻ്റെ അടുത്തേക്ക് പോകണം. പിന്നെ അതിൻ്റെ അടുത്തേക്ക് പോകുന്നത് നമ്മളൊരു കേബിൾ കാറിലാണ്. കേബിൾ കാർ എന്ന് പറഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്ന മാതിരി ഒരു ഓവർ കേബിൾ കാറല്ല, താഴെ കൂടി റോഡിന് തന്നെ പോകുന്ന ഒരു കേബിൾ കാർ. അപ്പോൾ അതും ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യാം. അതിന് $13 ചാർജ്. അപ്പോൾ അത് കയറണം. ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ ഹോസ്റ്റലിൽ തന്നെ കഴിച്ചു. അപ്പോൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിലൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പോൾ ഞാൻ ഇനി കേബിൾ കാറിൻ്റെ ടിക്കറ്റ് എടുക്കണം. ആ കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കട്ടെ, എന്നിട്ട് കേബിൾ കാർ കാണിക്കാം. ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ഇന്ന് ഹോസ്റ്റലിൽ നിന്ന് ഇറങ്ങിയിട്ടു. ഹോസ്റ്റൽ ജീവിതം ഒരു പ്രത്യേക ടൈപ്പ്, കാരണം ഒരു കൺജസ്റ്റഡ് ആണ് സാധനം. അപ്പോൾ എന്തായാലും അതിൻ്റെ ഒരു എക്സ്പീരിയൻസ് കൂടി ചെയ്ത് നമ്മൾ ഇത് കണ്ടില്ലേ, ഇത് സോംബിയൻസ് ആട്ടോ, മയക്കുമരുന്നിന് അടിമപ്പെട്ട് അങ്ങനെ. ഇത് മൊത്തമായിട്ടൊരു വീടാണിത്. അപ്പോൾ ഇത്തരം കുറേ ആളുകൾ നമ്മൾ സാൻ ഫ്രാൻസിസ്കോയിൽ കണ്ടിട്ടു. നമ്മൾ ഫ്ലൈറ്റ് ഇറങ്ങിയ സമയത്ത് നമ്മൾ ടാമ്പയിൽ ഇതേമാതിരി കണ്ടിരുന്നു. പക്ഷേ ന്യൂയോർക്കിലോ അല്ലെങ്കിൽ വാഷിങ്ടണിലോ ഒന്നും ഇത്ര വ്യാപകമായിട്ട് കണ്ടില്ല. എനിക്ക് തോന്നുന്നു അവിടെയുള്ളവരൊക്കെ ഇങ്ങോട്ട് നാട് കടത്തിയാണോ എന്നുള്ള ഡൗട്ടുണ്ട്. അപ്പോൾ അതൊന്നും ഞാൻ അധികം കവർ ചെയ്തില്ല കേട്ടോ, കാരണം കണ്ടാൽ തന്നെ നമുക്കതൊരു വിഷമം വരുന്നതാണ്. അപ്പോൾ ഇന്ന് നമ്മൾ പോകുന്നത് ഒരു കേബിൾ കാർ ഉണ്ട് ഇവിടെ, പഴയ പുരാതനമായൊരു കേബിൾ കാർ. അപ്പോൾ അതിലേക്കുള്ള ടിക്കറ്റ് എടുക്കലാണ് നമ്മളിത്. അപ്പോൾ ഇന്ന് നമ്മളിത് പാസ്പോർട്ട് ഇതാണ് കേട്ടോ ടിക്കറ്റ്. ഇതിൽ ഓരോ ഡേറ്റ് ഉണ്ടോ, ഇതിപ്പോൾ ഒരു വൺ ഡേ ടിക്കറ്റാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അപ്പോൾ ആ ഡേറ്റ് നമ്മൾ അതിൽ ചുരണ്ടി കളയണം. അപ്പോൾ ഒരു ദിവസം മൊത്തം അതിൽ പറഞ്ഞിരിക്കുന്ന കുറേ യാത്രകളൊക്കെ നമുക്ക് ചെയ്യാം. ഇതാണ് കേബിൾ കാർ കേട്ടോ, അടിപൊളിയാണ് കേബിൾ കാർ. അപ്പോൾ നമുക്ക് പോകേണ്ട കേബിൾ കാർ ഇതല്ല, ഇത് ഞാനിതൊന്ന് വെറുതെ കാണിച്ചെന്നേ ഉള്ളൂ. ഇതാണ്. അപ്പോൾ അത് പോയി പല ഭാഗത്തേക്ക് പോകുന്നുണ്ട്. നമുക്ക് വരേണ്ട കേബിൾ കാറിൻ്റെ നമ്പർ 12 ഇപ്പോൾ അടുത്ത് വരും, 10-15 മിനിറ്റ് കൊണ്ട് വരും എന്ന് പറഞ്ഞിട്ട് നമ്മളവിടെ വെയിറ്റ് ചെയ്യണം. നമ്മളെ കേബിൾ കാറിലേക്ക് കുറച്ച് ആളുകൾ കൂടി നമ്മളെ കൂടെ ഇവിടെ കാണാം. ഇത് കണ്ടില്ലേ, കേബിൾ കാർ തിരിക്കുന്നത് ഒരു പ്രത്യേക ടൈപ്പ് കേട്ടോ, അത് ഞാൻ കാണിച്ചു തരാം. ഇതാണ് 12 കേട്ടോ, നമ്മളെ കേബിൾ കാർ നമ്പറാണ് 12. ഇത് വന്നു കഴിഞ്ഞാൽ, കാരണം ഇത് റെൻ്റാണ്, ഇവിടുന്ന് ഇനി തിരിച്ച് പോകുക. അപ്പം കേബിൾ കാർ എങ്ങനെ തിരിക്കുക എന്നുള്ളത് മാനുവലിയാണ് തിരിക്കുക. ഇത് റൗണ്ട് പ്ലാറ്റ്ഫോമിൻ്റെ മുകളിലേക്ക് കയറ്റി നിർത്തും. ആ പ്ലാറ്റ്ഫോം മൊത്തമായിട്ട് കറങ്ങുന്നതാണ്. അത് മാനുവലി തള്ളി കറക്കുകയാണ് ശരിക്കും. അവിടെ ആളുകളൊക്കെ റെഡി ആയിട്ടുണ്ട്. അതാ സ്റ്റാർട്ട് ചെയ്തിട്ടു. സ്റ്റാർട്ടിങ് മീൻസ് തള്ളൽ സ്റ്റാർട്ട് ചെയ്തു. ഇങ്ങനെ തള്ളി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് നേരെ ഈ റെയിലിന് കണക്കായിട്ട് വന്ന് നിൽക്കും. അതാണ് ഇതിൻ്റെ പരിപാടി കേട്ടോ. ഇതാണ് കേട്ടോ ഇതിൻ്റെ കൺട്രോളിങ് സ്ഥലം. ഗിയർ അവിടെ കാണാം, ബ്രേക്ക് കാണാം. അപ്പോൾ അതിൻ്റെ ഓപ്പറേറ്റർമാരൊക്കെ ഇപ്പോൾ പുറത്തിറങ്ങി നിൽക്കുകയാണ്. അപ്പോൾ ഇവിടുന്ന് നല്ലൊരു സിറ്റി വ്യൂ ഒക്കെ കിട്ടുന്ന ഒരു ഏരിയയിൽ പോയിട്ട് ഞാൻ സീറ്റ് പിടിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇതിൻ്റെ ഡ്രൈവറായിട്ടുള്ള ആളുകൾ വന്നിട്ടുണ്ട്. നമ്മൾ സ്റ്റാർട്ടായി നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതേമാതിരി ഒത്തിരി കേബിൾ കാർ ഉണ്ട് കേട്ടോ, പല വഴിക്ക് പോകുന്നുണ്ട്, പല നമ്പറുകളിൽ പോകുന്ന സ്ഥലങ്ങൾക്കും കാണാം നമുക്ക്. അപ്പോൾ നമ്മളിപ്പോൾ പോയിരിക്കുന്നത് നേരെ കയറിയിട്ട് കുറച്ച് അധികം ദൂരം പോകുന്നൊരു നമ്പറിലാണ് കയറിയത്. അവിടുന്ന് നമുക്ക് വേറെ വഴിയും പോകാനുണ്ട് കേട്ടോ. അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു നമ്പർ നമ്മൾ തിരഞ്ഞെടുത്തത്. ഇതെങ്ങനെയെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഒരു ശരിക്കും കയറി പോകുന്നതാണ്. ഒരു കുറച്ച് മീറ്റർ, 100 മീറ്റർ ഇങ്ങനെ കയറി, പിന്നെ കുറച്ച് ഒരു ലാൻഡിങ്ങിലൂടെ ഇങ്ങനെ പോവും, പിന്നെ വീണ്ടും കയറും. അപ്പോൾ അങ്ങനെയുള്ള ഒരു കയറ്റം കയറിയും കണ്ടാണ് ഇട്ടത് പോകുന്നത്. ഇതിൻ്റെ റെയിൽ പോകുന്ന ഇത് നമുക്ക് താഴെ കാണാം, റോഡിൻ്റെ മുകളിൽ. ഈ റോഡിൽ വേറെ വാഹനങ്ങളൊന്നും ഈ ട്രെയിൻ പോകുന്ന സമയത്ത് കാണാറില്ല. പിന്നെ എവിടെയാണ് ഇതിൻ്റെ പരിപാടി എന്ന് അറിയില്ല കേട്ടോ. കൺട്രോളിംഗ് ഒക്കെ എവിടെയാണെന്നൊന്നും മനസ്സിലാകുന്നില്ല. അപ്പോൾ നല്ലൊരു വ്യൂ ആണ് ഇതിൽ നിന്ന് കിട്ടുന്നത് കേട്ടോ. ഒരുപാട് സ്പീഡിലൊന്നും പോകുന്നില്ല. അപ്പോൾ നമുക്ക് ഈ സൈഡൊക്കെ ആസ്വദിച്ച് കണ്ടുകൊണ്ട് പോകാൻ പറ്റും. നല്ല തിരക്കുള്ളൊരു റൂട്ടാണ്. ഒത്തിരി വണ്ടി കണ്ടില്ലേ, ഇതൊക്കെ ഇങ്ങനെ ആളെ ഇറക്കിയിട്ട് അതിന് അവിടെ നിന്ന് കയറ്റിയിട്ടൊക്കെ പോകുന്ന. അപ്പോൾ തിരിച്ചു വരുന്നതും പോകുന്നതിനൊക്കെ നമുക്ക് ഈ ഒരൊറ്റ ടിക്കറ്റ് മതി കേട്ടോ. പിന്നെ കുറേ നല്ല നല്ല ഹോട്ടലുകളൊക്കെ ഈ സൈഡിൽ കൂടിയൊക്കെ കാണാം, റെസ്റ്റോറൻറ്റുകൾ കാണാം. നല്ലൊരു വ്യൂ ആണ്. ഇതിപ്പോൾ നമ്മൾ കയറിയും കൊണ്ടേ ഇരിക്കുകയാണ്. താഴേക്ക് നോക്കി ഇതേമാതിരിയാണ് ഇത് കയറി വരുന്നത് കേട്ടോ. $13 ചാർജ് കുറച്ച് അധികമാണെന്ന് നമുക്ക് തോന്നിയാലും ഇത് ഒത്തിരി നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. ഒത്തിരി നേരമായി നമ്മളിപ്പോൾ ഇതിൻ്റെ അകത്ത് യാത്ര ചെയ്യുന്നത്. നല്ല രസകരമായ ടൗണിൽ കൂടി തന്നെയാണ് ഇത് പോകുന്നത്. ഇതിന് എവിടെ ഒരു ബ്ലോക്ക് ഇല്ല, അത് കടന്നു പോകും. ഇത് പോകുന്ന വഴിയിലുള്ള മറ്റ് വാഹനങ്ങൾ അത് മാറിക്കൊടുക്കണം എന്നുള്ളത് തന്നെയാണ്. നല്ലൊരു ടൗണിൻ്റെ സെൻറ്ററിൽ കൂടിയാണ് ഇത് പോകുന്നത് എന്നുള്ളതാണ്. പല ഭാഗത്തേക്കും നമുക്ക് ഈ റെയിൽ കാണാം. വീണ്ടും ഇതാ നമ്മൾ വേറൊരു കയറ്റത്തിൻ്റെ മുകളിലേക്ക് കയറിയിട്ടുണ്ട്. കുറച്ച് നേരത്തെ യാത്രയ്ക്കൊടുവിൽ നമുക്ക് ഇങ്ങനെ ഒരു സ്ഥലത്ത് ട്രെയിൻ സ്റ്റോപ്പ് ചെയ്തിട്ട്. ഇതിൻ്റെ കാര്യം എന്താ പറഞ്ഞാൽ, ഇവിടുന്ന് താഴെ കാണുന്ന ഒരു ടൗണില്ലേ, അവിടേക്ക് ഈ കാണുന്ന റോഡ്
ഒരു സിക്സാഗ് മോഡലിലാണ് ഉള്ളത്. അതൊരു പ്രത്യേക ടൈപ്പ് ഒരു കൺസ്ട്രക്ഷൻ ആണ്. അതിന്റെ യഥാർത്ഥ സൗന്ദര്യം കാണണമെങ്കിൽ ഡ്രോണിൽ എന്തെങ്കിലും ഷൂട്ട് ചെയ്യേണ്ടി വരും. മാനുവലായി നിയന്ത്രിക്കുന്ന ലോകത്തിലെ തന്നെ അവസാനത്തെ കേബിൾ കാറാണ് ഈ സാൻ ഫ്രാൻസിസ്കോയിലുള്ളത്. ഇത് സാൻ ഫ്രാൻസിസ്കോയുടെ ഒരു ഐക്കൺ കൂടിയാണ് കേട്ടോ. ഇത് നിയന്ത്രിക്കുന്നത് സാൻ ഫ്രാൻസിസ്കോ മുനിസിപ്പൽ റെയിൽവേ ഡിപ്പാർട്ട്മെൻ്റ് ആണ് ഇപ്പോൾ ഇതിൻ്റെ കസ്റ്റോഡിയൻ. 23ഓളം കേബിൾ കാർ ശൃംഖല ഇവിടെ ഉണ്ട്. ഇത് 1873 തൊട്ട് 1890 ആ കാലഘട്ടത്തിലാണ് ഇത് ആരംഭിച്ചത്. നമ്മളിപ്പോൾ സഞ്ചരിക്കുന്നത് യൂണിയൻ മെട്രോ സ്റ്റേഷൻ മുതൽ ഇവിടെ ഈ വാർഫ്, ഫിഷർമാൻ വാർഫ് വരെയുള്ള സ്ഥലത്തേക്കാണ്. നമ്മളെ മുന്നിൽ കാണുന്നതാണ് ഫിഷർമാൻ വാർഫ് സ്റ്റേഷൻ. അപ്പോൾ നമ്മളിവിടെ ഇറങ്ങും കേട്ടോ. ഫിഷർമാൻ വാർഫ് സ്റ്റേഷനിൽ ഇറങ്ങി നമ്മൾ മുന്നോട്ട് നടന്നിട്ടോ. നമ്മളുടെ മുന്നിലുള്ള ലക്ഷ്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഗോൾഡൻ ഗേറ്റ് ബ്രിഡ്ജാണ്. അപ്പോൾ അവിടേക്ക് പോകുമ്പോൾ നമുക്ക് ഈ വാർഫിലുള്ള ദൃശ്യങ്ങളൊക്കെ കണ്ടിങ്ങനെ പോകാം. കടലിലൊക്കെ ഈ ഫിഷിങ്ങിന് പോയിരിക്കുന്ന ബോട്ടുകൾ നിറയെ നമുക്ക് കാണാൻ പറ്റും. ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് സൈഡ് ഒരു ഉയർന്ന സ്ഥലമാണ്. അതിൻ്റെ മുകളിൽ മൊത്തം ബിൽഡിങ്ങുകൾ നമുക്ക് കാണാൻ പറ്റും. നിറയെ ഒരു റെസിഡൻഷ്യൽ ഏരിയ ആണ് തോന്നുന്നത് കേട്ടോ. നല്ല ഭംഗിയുള്ളൊരു നഗരം. കാര്യമായിട്ട് ഇവിടുത്തെ ഈ ഒരു ഏരിയയിലുള്ള മെയിനായിട്ടുള്ള പരിപാടി എന്ന് പറഞ്ഞാൽ ഫിഷിങ് തന്നെയാണ്. അതുമായിട്ടനുബന്ധിച്ചുള്ള ഒരു ടൗണാണ് ഈ കാണുന്നത്. അപ്പോൾ ഈ ടൗണിൽ ഒരുപാട് നേരം നമ്മൾ ചിലവഴിക്കുന്നില്ല. വാർഫാണെങ്കിലും ഫിഷർമാൻ ഏരിയ ആണെങ്കിലും ഒക്കെ ഭംഗിയിൽ ഒരൊട്ടൊരു കുറവ് വന്നില്ല കേട്ടോ. മനോഹരമായ ദൃശ്യമാണ്. ഗോൾഡൻ ഗേറ്റ് ബ്രിഡ്ജിൻ്റെ അടുത്തേക്ക് പോകുന്ന ഈ ഒരു ഏരിയ കൂടി ഇങ്ങനെ ജോഗിങ്ങിന് ഇഷ്ടംപോലെ ആളെ നമുക്ക് കാണാം കേട്ടോ. നമ്മളിപ്പം ഗോൾഡൻ ഗേറ്റ് ബ്രിഡ്ജിൻ്റെ അടുത്താണുള്ളത്. അതിൻ്റെ ബാക്കിൽ കാണാം ഗോൾഡ് കളറൊക്കെ അടിച്ച്, ഗോൾഡല്ല റെഡ് കളറൊക്കെ അടിച്ചിരിക്കുന്ന വലിയ ബ്രിഡ്ജ് കാണാം. നമ്മൾ ആ ട്രാം ഇറങ്ങിയിട്ട് ഇവിടേക്ക് ഏകദേശം 3-4 മൈലുണ്ട്. എന്ന് പറഞ്ഞാൽ ഏകദേശം 6 കിലോമീറ്ററിൻ്റെ കൂടുതലുണ്ട്. അത്രയും ദൂരം നമ്മൾ സിറ്റിയൊക്കെ നടന്ന് കണ്ട് ബീച്ച് സൈഡിൽ കൂടി ഇങ്ങനെ നടക്കാനൊക്കെ സുഖമാണ്. അപ്പോൾ ഒക്കെ നടന്ന് കണ്ടിപ്പം ഈ സ്പോട്ടിലെത്തി. സ്പോട്ടിലെത്തി എന്നൊക്കെ നമ്മൾ പറയുകയാണെങ്കിൽ ഇനി 1 കിലോമീറ്റർ നടന്നാലേ നമ്മൾ അതിൻ്റെ പാലത്തിൻ്റെ മുകളിലെത്തുള്ളൂ കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മൾ കുറച്ചുകൂടി ഒന്ന് അടുത്തേക്ക് നടന്നു നോക്കട്ടെ. ഗോൾഡൻ ഗേറ്റിൻ്റെ ഏറ്റവും നിയറസ്റ്റ് വ്യൂ ആണ്. ഇനി ഇവിടുന്ന് അങ്ങോട്ട് കയറി കഴിഞ്ഞാൽ ബ്രിഡ്ജിൻ്റെ മുകളിലേക്കാണ്. ഈ പാലത്തിൻ്റെ തൊട്ട് താഴെയാണ് കേട്ടോ നമ്മളുള്ള. പാലത്തിലേക്ക് വാഹനം കയറുമ്പോഴുള്ളൊരു സൗണ്ടാണ് നമ്മളിങ്ങനെ കേൾക്കുന്നത്. ഇവിടുന്ന് ഇനി അങ്ങോട്ടേക്ക് നമുക്ക് എൻട്രി ഒന്നും ഇല്ല, അവിടെയൊക്കെ അടച്ചിരിക്കുകയാണ്. പക്ഷേ നമുക്ക് ബ്രിഡ്ജിൻ്റെ മുകളിൽ കൂടി കയറിയിട്ട് നമുക്കത് നടക്കാൻ പറ്റും. അപ്പോൾ ഇനി മുകളിലേക്കൊന്ന് കയറി നോക്കാം. നമ്മൾ ഈ പാലത്തിലേക്ക് കയറുന്ന വഴിയിൽ ഇങ്ങനെ ചിലതൊക്കെ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. ഇതിൻ്റെ കൺസ്ട്രക്ഷൻ മെത്തേഡാണ് കാണിച്ചിരിക്കുന്നത്. പിന്നെ അതിൽ സംഭവിച്ചിരിക്കുന്ന കുറേ പോരായ്മകളോ അല്ലെങ്കിൽ ആ സമയത്തുണ്ടായിരിക്കുന്ന കുറേ അബദ്ധങ്ങളോ ഒക്കെ ഇതിലിവിടെ കാണിച്ചിട്ടുണ്ട്. ഇത് കണ്ടില്ലേ, ഇതിൻ്റെ ഒരു സ്ട്രക്ചറിൻ്റെ ആണ് ഇത്. ഇതേമാതിരി കൊടിഞ്ഞു പോയിട്ടുണ്ട്. അപ്പോൾ അവരുടെ കാൽക്കുലേഷൻ്റെ ഒക്കെ അപ്പുറം. പക്ഷെ എന്നാലും ഒരു എൻജിനീയറിംഗ് വിസ്മയമായിട്ട് ഇന്നും ഇത് നിലകൊള്ളുന്നു എന്നുള്ളതാണ്. നമ്മൾ ഈ ബ്രിഡ്ജിൽ കയറുന്നില്ല എന്നായിരുന്നു ആദ്യം പറഞ്ഞത്. പക്ഷേ ഇവിടെ സാൻ ഫ്രാൻസിസ്കോയിൽ വന്നിട്ട് ഈ ബ്രിഡ്ജിൽ കയറാൻ പിന്നെ നമുക്കൊരു ചാൻസ് കിട്ടിയില്ലല്ലോ. അപ്പോൾ നമ്മൾ ബ്രിഡ്ജിൻ്റെ മുകളിലാണ് ഉള്ളത്. ഈ ഒരു ലെങ്ത്ത് ഇത് 2.25 കിലോമീറ്ററാണ് ഇതിൻ്റെ ടോട്ടൽ ലെങ്ത്ത്. അപ്പോൾ അത് നടന്നിട്ട് വരാം. സൈക്കിൾ വാടകയ്ക്ക് എടുത്തിട്ട് ചുറ്റിക്കറങ്ങാൻ ഇറങ്ങിയ ആളുകളെ കൊണ്ട് ഇവിടെ ഒരു സൗകര്യമില്ല കേട്ടോ. ഇവിടെ താഴെ നമുക്ക് സൈക്കിൾ വാടകയ്ക്ക് കിട്ടും. അപ്പോൾ അങ്ങനെ എടുത്ത് വന്നിരിക്കുന്നതാണ് ഇതൊക്കെ. ലോകത്തിലെ ഏറ്റവും സുന്ദരമായ ഒരു സസ്പെൻഷൻ ബ്രിഡ്ജാണ് കേട്ടോ ഗോൾഡൻ ഗേറ്റ് ബ്രിഡ്ജ്. ഇതിൻ്റെ ആകെ നീളം എന്ന് പറയുന്നത് 2.25 കിലോമീറ്ററാണ്. പക്ഷെ ഇതിൻ്റെ വേറെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ 2.25 കിലോമീറ്റർ ഉള്ളതൊക്കെ ചിലപ്പോൾ വേറെയും കാണുന്നുണ്ടാവും. ഇതിൻ്റെ ഈ സ്പാന്, ഇതിൻ്റെ ടവറുകൾ തമ്മിലുള്ള സ്പാനാണ് ഇതിൻ്റെ പ്രത്യേകതയായിട്ട് കാണുന്നത്. 1280 മീറ്ററാണ് ഈ കാലുകൾ തമ്മിലുള്ള അകലം കേട്ടോ. അത്രയും ഡിസ്റ്റൻസിലുള്ള വേറെ പാലം ആ ഈ സമയത്തുണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. സാൻ ഫ്രാൻസിസ്കോയെ മെറൈൻ കൗണ്ടിയായിട്ട് ബന്ധിപ്പിക്കുന്നതിനാണ് ഈ പാലുള്ളത് കേട്ടോ. ഇത് സാൻ ഫ്രാൻസിസ്കോ ബേയും പിന്നെ പസഫിക് സമുദ്രത്തിൻ്റെ സൈഡിൽ കൂടിയായിട്ട് പോകുന്നൊരു പാലാണ്. ഇതിൻ്റെ ആ റോപ്പ് കണ്ടില്ലേ, അതിൻ്റെ ഒരു വണ്ണം കാണിക്കാനാട്ടോ അത് പിടിച്ചു നോക്കി. അതിൻ്റെ ഒരു പകുതി ഭാഗമേ നമുക്കൊരു പിടുത്തത്തിൽ കിട്ടുള്ളൂ. ഈ ബ്രിഡ്ജിൻ്റെ മുകളിൽ നിന്ന് താഴേക്കുള്ള നല്ലൊരു സീനത കാണുന്നു. ഈ ബ്രിഡ്ജിൻ്റെ കൈവരി ഇത്രയും ഹൈറ്റുള്ളൂ കേട്ടോ.
പക്ഷെ ഇവിടെ കണ്ടില്ലേ താഴെ ഒരു നെറ്റൊക്കെ ഇട്ട്. ഇതെന്താ സംഭവം എന്ന് പറഞ്ഞാൽ സൂയിസൈഡ് ചെയ്യാനായിട്ട് ആളുകൾ ഇങ്ങോട്ട് വരും. അപ്പോൾ അതിൽ കുറച്ചെന്നെയും പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഈ നെറ്റൊക്കെ ഉപയോഗിച്ചിരിക്കുന്നത് കേട്ടോ. ഇവിടെ ഈ ഗോൾഡൻ ഗേറ്റ് ബ്രിഡ്ജിൻ്റെ ഒരു ഫുൾ ലെങ്ത് വ്യൂ ആണ് കേട്ടോ ഇത്. ആ എൻഡിൽ നിന്ന് തുടങ്ങിയിട്ട് ഈ എൻഡ് വരെ. അപ്പോൾ ഈ ഒരു നമ്മളുടെ ഒരു വാക്കിംഗ് ഇതിൽ നിന്ന് നമുക്ക് താഴേക്ക് ഇറങ്ങാനൊന്നും പറ്റില്ല. കാരണം 45 കിലോമീറ്റർ സ്പീഡൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിലും വണ്ടികളൊക്കെ പോകുന്നത് മിനിമം 100-ലൊക്കെയാണ് കേട്ടോ. അങ്ങനെ രാവിലെ തൊട്ടുള്ള കറക്കാണ് കേട്ടോ. രാവിലെ ഹോട്ടലിൽ നിന്ന് നമ്മുടെ ഹോസ്റ്റലിൽ നിന്നുള്ള ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിറങ്ങിയതാണ്. പിന്നെ ഒന്നും കഴിച്ചില്ല, നന്നായി വിശക്കുന്നുണ്ട്. അപ്പോൾ ഈ ഗോൾഡൻ ഗേറ്റ് ബ്രിഡ്ജിൻ്റെ അടുത്തായിട്ട് തന്നെ ഒരു കോഫി ഷോപ്പ് ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ അവിടെയാണ് ഉള്ളത്. വിശപ്പ് മാറ്റാനുള്ള സാധനം ഒന്നും ഇവിടെ നമ്മളെ ആ ഒരു ലിസ്റ്റിലുള്ള ഇല്ല. അപ്പോൾ നമ്മൾ 2 മാംഗോ ജ്യൂസ് ആക്കി. ഇപ്പോൾ ഈ ഒരു ഗോൾഡൻ ബ്രിഡ്ജ് പശ്ചാത്തലത്തിൽ വിവിധ മാംഗോ ജ്യൂസ് കഴിക്കുന്നതൊക്കെ ഫോട്ടോ എടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇവിടുന്ന് ഇറങ്ങുകയാണ് കേട്ടോ. ഇനി അങ്ങനെ വീണ്ടും നമ്മൾ ഫിഷർമാൻ വാർഫിൻ്റെ അടുത്ത് എത്തിയിട്ടു. അപ്പോൾ ഇവിടെ നമുക്ക് ലഞ്ച് വേണമല്ലോ. അതാണ് ഇപ്പോൾ ഈ പയ്യൻ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ സ്ട്രീറ്റ് ഫുഡാണ് ലഞ്ച്. അപ്പോൾ ഇവിടെ നല്ല വൈകുന്നേരം വെയിലൊക്കെ അത്യാവശ്യം താഴ്ന്നു തുടങ്ങി. പൊതുവേ തണുപ്പാണ്. അപ്പോൾ ഇവിടെ ഇത് എന്തൊക്കെയോ കലാപരിപാടി മറ്റേതൊക്കെ ഉണ്ട്. ഒരു ഫ്ലൈ വീൽ ഇതവിടെ കാണുന്നുണ്ട്. നമ്മളെ നാട്ടിലെ ചന്തകളെയൊക്കെ അനുസ്മരിപ്പിക്കുന്ന പോലെയുള്ള ഒരു പരിപാടികൾ കേട്ടോ. ഇവിടേക്ക് അത്യാവശ്യം നല്ല ബിസിനസ്സുകളൊക്കെ നടക്കുന്നുണ്ട്. നല്ല അത്യാവശ്യം തിരക്കുമായിട്ട് തുടങ്ങിയിട്ടോ. റോഡിന് ഇരുവശവും പലതരത്തിലുള്ള കച്ചവടങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ട്. ഫാൻസി ഐറ്റംസ് കാണാം, തുണിത്തരങ്ങൾ കാണാം, പിന്നെ ബാംഗിൾസ്, ഇങ്ങനെ ഓർണമെൻറ്റ്സുകൾ ഐറ്റംസൊക്കെ കാണാം. കുട്ടികളുടെ ഉടുപ്പുകളുണ്ട്, പിന്നെ ടാറ്റു ചെയ്യുന്ന ആളുകളെ കാണാം. ഇങ്ങനെ എല്ലാം കൂടി ഒരു നല്ലൊരു അന്തരീക്ഷം കേട്ടോ. ഇവിടെ ഇതാ ഒരു ഷാളും ഷവലും ഒക്കെ വെക്കുന്നൊരു സ്ഥലം അതാ കാണുന്നു. ഒക്കെ ഇതിൻ്റെ കൂടെ തന്നെ അത്യാവശ്യം പലതരം വെറൈറ്റി ഫുഡുകൾ കിട്ടുന്ന ചെറിയ ചെറിയ കടകൾ അവിടെ കാണുന്നുണ്ട്. ഈ ഒരു ഭാഗത്ത് ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റിൽ തിരിഞ്ഞാൽ അവിടെ അടിച്ചുപൊളി എന്തൊക്കെയോ പാട്ട് നടക്കുന്നുണ്ട്. ഇതേപോലെയുള്ള പാട്ടുകളൊക്കെ റെക്കോർഡ് ചെയ്ത വീഡിയോയിൽ എനിക്ക് ഇപ്പോൾ കോപ്പിറൈറ്റ് ഇഷ്യൂസൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ എൻ്റെ എല്ലാ വീഡിയോയിലും കോപ്പിറൈറ്റാണ് കാണിക്കുന്നത്. അവിടെ ഇത് അടിച്ചുപൊളി മ്യൂസിക് കേട്ടോ നടക്കുന്നത്. അപ്പോൾ ഞാൻ ചിലപ്പോൾ അതൊക്കെ ഇതിൽ നിന്ന് മ്യൂസിക്കൊക്കെ ഞാൻ മ്യൂട്ടാക്കുക. ഈ റോഡിലെ കച്ചവടത്തിന് പുറമെ നല്ല ഷോറൂമുകൾ ഇവിടെ കാണാം കേട്ടോ. നല്ല നല്ല സാധനങ്ങളൊക്കെ കിട്ടുന്ന, ഇതൊരു ആൻറ്റിക് സാധനങ്ങളൊക്കെ കിട്ടുന്ന സ്ഥലമാണ്. സുവനീർ ഷോപ്പുകളുണ്ട്, അടിപൊളി ഷോറൂമുകൾ കേട്ടോ. ശരിക്കും ഇത്തരം കടകളിലൊന്നും നമുക്ക് ഒരുപാട് ആളൊന്നും കാണാനില്ല കേട്ടോ. റെസ്റ്റോറൻറ്റുകളാണ് എല്ലാ ആളുകളും ഉള്ളത്. പിന്നെ ഇതവിടെ ഇതൊരാൾ കരടി വേഷമൊക്കെ കെട്ടി നിൽക്കുന്നു. ഇയാളെ കൂടെ നിന്നിട്ട് നമുക്ക് വേണേൽ ഫോട്ടോ എടുക്കാം. ഞാനിപ്പോൾ അത് ഫോക്കസ് ചെയ്ത് എടുക്കുന്നത് കണ്ടിട്ട് എനിക്ക് വേണ്ടിയിട്ട് പുള്ളി നിൽക്കുന്നതാണ് കേട്ടോ. അത് ഇവിടെ ഇതാ വലിയ റെസ്റ്റോറൻ്റ് ആൻഡ് ബാർ കേട്ടോ. എന്താണ് സിയോപ്പിനസ്. അതിൻ്റെ അടുത്ത് അവിടെ ഇതാ ഷെൽ ഫിഷ് ഒരു കമ്പനി അവിടെ കാണുന്നുണ്ട്. ഇവിടെ ഇത് അടിച്ചുപൊളി ഇവരൊന്നും വെറുതെ കൈ നീട്ടുന്ന ഒരു ഭിക്ഷക്കാരെ അവിടെ കാണില്ല കേട്ടോ. ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പരിപാടികൾ നടത്തിക്കൊണ്ട് എന്നിട്ട് മാത്രമേ അവർക്ക് പൈസ ചോദിക്കുന്നുള്ളൂ എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് തിരിച്ചു പോകാനുള്ള ട്രെയിനിൻ്റെ ക്യൂ ആണ് കേട്ടോ ഇത്. ഒരു രക്ഷയില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തെന്ന് പറഞ്ഞാൽ ക്യൂവിൽ നിന്നിട്ടുണ്ടെങ്കിൽ ഒരുപാട് ലേറ്റാവും. നമുക്ക് ടൗണിൽ പോയിട്ട് ഇനി കുറച്ച് കാര്യങ്ങളൊക്കെ കാണാനുള്ള. അപ്പോൾ അവിടേക്ക് നമ്മൾ പോകുന്ന സ്ഥലത്തേക്ക് തന്നെ ബസ്സുണ്ട്. അപ്പോൾ ആ ബസ് എവിടെയാണെന്നുള്ളത് നോക്കിയിട്ടാണ് ഇപ്പോൾ നമ്മൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത് കണ്ടില്ലേ, ഇലക്ട്രിക് ബസ് കേട്ടോ. അത് നമ്മൾ ഇലക്ട്രിക് ട്രെയിൻ പോകുന്ന മാതിരി 2 ആൻറ്റിനെയൊക്കെ മുകളിലേക്ക് പൊങ്ങി പിടിച്ചിട്ടൊക്കെയാണ് അത് വരുന്നത്. ഇപ്പോൾ നമുക്ക് പോകാനുള്ള ബസ് എത്തി. 30 ആണ് നമ്പർ. അപ്പോൾ അതിൽ പോയാൽ നമ്മൾ നേരത്തെ കേബിൾ കാർ കയറിയ അതേ സ്ഥലത്തേക്ക് തന്നെ എത്തും. അപ്പോൾ അവിടെ ഒരു ചൈനീസ് മാർക്കറ്റ് ഉണ്ട്. അപ്പോൾ എവിടെ പോയാലും മാർക്കറ്റുകൾ കൂടി ഞാനൊന്ന് ഉൾപ്പെടുത്തലുണ്ട്. അപ്പോൾ അവിടെ നമ്മളെ സാൻ ഫ്രാൻസിസ്കോയിലുള്ള മാർക്കറ്റ് വലിയ മാർക്കറ്റാണെന്നാണ് പറഞ്ഞത്. അപ്പോൾ അതുകൂടി ഒന്ന് നമുക്ക് കാണാം കേട്ടോ. നല്ല കൺജസ്റ്റഡ്, നല്ല തിരക്കൊക്കെ ആയല്ലോ. അപ്പോൾ ഇതാ നമ്മളെ ചൈനീസ് മാർക്കറ്റിൻ്റെ അടുത്ത് ഇറങ്ങിയിട്ടുണ്ട്. ഇങ്ങനെയാണ് ഈ ഇലക്ട്രിക് ബസ് പോകുന്നത് കേട്ടോ. നേരെ മുകളിൽ കൂടി പോകുന്ന ഇലക്ട്രിക് ലൈനിലേക്ക് ഒരു ചെറിയൊരു റോഡ് വെച്ചിട്ട് കറണ്ട് എടുത്തുകൊണ്ട് പോവുകയാണ്. ഇപ്പം നമ്മൾ സാൻ ഫ്രാൻസിസ്കോയിലുള്ള ചൈനീസ് മാർക്കറ്റിലാണ്. ഇവിടുത്തെ റവർ ഹെയർ സ്റ്റൈലിന് ഒരു ചൈനക്കാരൻ്റെ ഹെയർ കട്ടിങ് സലൂണാണ് കാണുന്നത്. അപ്പോൾ ഇവിടെയും വലിയ തിരക്കുകളില്ലാത്തൊരു ചന്തമാതിരി തോന്നിട്ട്. ഇനി നമ്മൾ ഇറങ്ങിയ ഒരു സ്ഥലത്തെ ഒരു സ്റ്റാർട്ടിങ് ആണോ എന്നറിയില്ല. ഇത് അവരുടെ സ്ഥിരം പരിപാടികൾ ഡെക്കറേഷനൊക്കെ തുടങ്ങിയിട്ടുണ്ട്.
നീണ്ട് കാണും അവരുടെ ഡെക്കറേഷനൊക്കെ. തിരക്കുള്ള ഒരു ഭാഗത്തേക്കാട്ടോ നമ്മൾ എത്തിപ്പെട്ടത്. നമ്മൾ നേരത്തെ ബസ് ഇറങ്ങിയെടുത്തിൽ അത്ര ആളില്ലായിരുന്നു എന്നുള്ളതാണ്. ഇനിയിപ്പോൾ ഒരു കളർഫുൾ ലോകത്തേക്ക് അയക്കും. ഇവരുടെ ഡ്രസ്സുകളൊക്കെ പറഞ്ഞാൽ ഭയങ്കര കളർഫുള്ളായിരിക്കും, എല്ലാ സാധനങ്ങളും തന്നെ. ടോയ്സിൻ്റെ ഒരു കടയാണിത്. ഒത്തിരി സാധനങ്ങൾ കേട്ടോ. ചെറിയ മോഡൽ ബസ്, നമ്മളെ ഇപ്പോൾ കയറിയ ട്രെയിനില്ല അതിൻ്റെ ഒരു മോഡലാണ് കേട്ടോ ഇത്. ഇതിൻ്റെ റേറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ $5.99, $6, $8.40, $500 വരും അതിന്. ഇവിടുത്തെ കുറേ കുട്ടികൾ പ്ലേ കാർഡൊക്കെ പിടിച്ച് നിൽക്കുന്നു. പിന്നെ ഒരു ജ്വല്ലറി ഇതാ കാണുന്നു ഇവിടെ. ഗോൾഡ് ഒന്നല്ല, വേൾഡ് ജ്വല്ലറി. നല്ല അടിപൊളി മാലകളൊക്കെ ഉണ്ട് കേട്ടോ. ഡ്രാഗൺ അതാ മുകളിൽ കാണുന്നു. ഇവിടെ ഇതാ റോഡിൻ്റെ വേറൊരു സൈഡ് വെൽക്കം ചൈന ടൗൺ കാണുന്നുണ്ട്. അമ്മോ ഭയങ്കര പാട്ട് കേൾക്കുന്നുണ്ട് കേട്ടോ. ഒരു പറ്റം കുറച്ച് പ്രായമുള്ള ആളുകളുടെ ഒരു ഗാനമേള ട്രൂപ്പാണ് കേട്ടോ ഇത്. അടിപൊളിയായിട്ട് പാടുന്നുണ്ട്. കുറേ ആളുകളൊക്കെ അവർക്ക് സംഭാവനകൾ കൊടുക്കുന്നത് കാണാം. എന്തായാലും അവർ നല്ല ആക്റ്റീവായിട്ട് പാടുന്നുണ്ട് കേട്ടോ. ഉണക്ക മത്സ്യങ്ങൾ മാത്രം കിട്ടുന്നൊരു വലിയൊരു കടയിൽ കേട്ടോ. എല്ലാ സൈസ് ഉണക്ക മത്സ്യമുണ്ട്. അതിൻ്റെ വിലയൊക്കെ അതിൻ്റെ മുകളിൽ കാണിച്ചിട്ടുണ്ട്. അടുത്തായിട്ട് ഇന്നതാ പോർക്ക് വിഭവങ്ങൾ കിട്ടുന്നൊരു കടയുണ്ട്. അതിൻ്റെ അടുത്തായിട്ട് അതാ ജീവനുള്ള മത്സ്യങ്ങളെ പിടിച്ച് വിൽക്കുന്നൊരു കട അവിടെ കാണാം. അപ്പം അത് കഴിഞ്ഞ് വലിയൊരു ഫ്രൂട്ട്സ് മാർക്കറ്റിലേക്കാണ് കേട്ടോ എത്തിയത്. ഇതൊരു ഹോൾസെയിൽ മാർക്കറ്റാണ്. നമ്മൾ ചക്കയൊക്കെ പാക്ക് ചെയ്ത് വെച്ച് കാണാം അവിടെ. ചിക്കൻ്റെ സ്ഥലങ്ങളിതാ. അപ്പോൾ ഇതൊക്കെയാണ് ചൈന മാർക്കറ്റിൽ. ഞാനിത് കാണിച്ചെന്താ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സാധനത്തിനും നമ്മൾ ചൈന ടൗണിൽ കയറിയാൽ പുറത്ത് പോകേണ്ട കാര്യമില്ല. അപ്പം നമ്മളിതാ തിരിച്ച് റൂമിലേക്ക് പോകാനുള്ള പരിപാടിയാണ്. ഇപ്പോൾ ഇവിടുന്ന് ഒരു മെട്രോ റെയിൽ പിടിച്ചിട്ട് പോകാനുള്ള പരിപാടിയാണ്. അപ്പോൾ അവിടേക്കാണ് ഇപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഒരു 3 നില ഹൈറ്റിൻ്റെ താഴേക്ക് എപ്പോഴും നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. അവിടെയാണ് നമ്മളെ പ്ലാറ്റ്ഫോം കിടക്കുന്നത്. ഇതാണ് കേട്ടോ ഇവിടുത്തെ മെട്രോ. അങ്ങനെ നമ്മളെ മെട്രോ വരാനായിട്ടുണ്ട്. നമ്മളിത് മെട്രോയിൽ കയറി നല്ല വൃത്തിയുള്ളൊരു ഇൻസൈഡ് ട്രെയിൻ എക്സ്പീരിയൻസ് ചെയ്യുക എന്നുള്ളതാണ്. ഒരു 10 മിനിറ്റ് യാത്രയേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ നമുക്ക്. അത് കഴിഞ്ഞ് നമ്മളിപ്പോൾ സ്റ്റേഷനിൽ ഇറങ്ങിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ നേരെ റൂമിലേക്ക് ഇനി റെസ്റ്റാണ്. നാളെ നമ്മൾ ഇവിടുന്ന് യാത്ര പറയും കേട്ടോ. ശരിക്കും പറയുകയാണെങ്കിൽ അമേരിക്കനോട് യാത്ര പറയും. പെട്ടെന്ന് അമേരിക്കയിൽ നിന്ന് പോകാൻ പറ്റില്ല. കാരണം പല എയർപോർട്ട് മാറി നമ്മൾ നാളെയും കൂടി അമേരിക്ക തന്നെയാണ് ഉണ്ടാവുക. അപ്പോൾ നമുക്ക് ഇന്ന് പോയ ഗോൾഡൻ ഗേറ്റ് ബ്രിഡ്ജ് ഒരു വാഹനത്തിൽ ക്രോസ് ചെയ്യണമെന്നുണ്ട്. അപ്പോൾ നാളെ വൈകിട്ടാണ് നമുക്ക് ഫ്ലൈറ്റ്. അപ്പോൾ നമ്മൾ രാവിലെ അതും കൂടി ഒന്ന് നോക്കും.